മുർഷിദാബാദ് ഇരട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. CPM പ്രവർത്തകരായ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ പ്രതി സിയാവുൽ ഷെയ്ഖാണ് പിടിയിലായത്. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഈ മുർഷിദാബാദ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ പശ്ചിമബംഗാൾ സർക്കാർ അല്ലെങ്കിൽ പോലീസ് തന്നെയാണോ ഈ പിടിയിലായ വിവരം പുറത്തുവിട്ടത്? കാരണം ബംഗാളിലാണ്. അവിടെ മാത്രമല്ല, ഇത്തരം അന്വേഷണങ്ങളിൽ BJPയുടെ ഇടപെടലുണ്ടാകും. വലിയ തരത്തിൽ കലാപത്തിനോട് ശ്രമിച്ചതിൽ ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുണ്ട്, BJP ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് അവിടുത്തെ പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ് ഇക്കാര്യം, ഇല്ലേ? സിജു, പശ്ചിമ ബംഗാളിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘവും കൂടി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാളെ പിടികൂടിയത്. ഉത്തർ ദിനാജ്പൂർ ജില്ലയിൽ നിന്നുമാണ് ഈ സിയാഫുൽ ഷെയ്ഖിനെ പിടികൂടിയതെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇയാൾ കഴിഞ്ഞ ഏപ്രിൽ 12 മുതൽ ഒളിവിലായിരുന്നു. മാത്രമല്ല, ഈ 2 CPM പ്രവർത്തകരെ അടക്കം കൊലപ്പെടുത്തിയ കേസിൽ 4 പേരോ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രതിയാണ് ഈ ഷെയ്ഖ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ജനക്കൂട്ടത്തെ അടക്കം ഈ കൊല്ലപ്പെട്ട CPM പ്രവർത്തകരുടെ വീട് തകർക്കുന്നതിന് ഉൾപ്പെടെ ഗൂഢാലോചന നടത്തിയ പ്രധാന പ്രതി ഇയാളാണ് എന്നാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഈ ജില്ലയിൽ കുറെ ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പിന്നാലെ, കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇയാൾ ഒരാഴ്ചക്കാലം ഒളിവിലായിരുന്നു. ഇയാളെ തേടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ CCTV ഉൾപ്പെടെയുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനോടകം തന്നെ 276ഓളം പേര് അറസ്റ്റിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും പലരെക്കെതിരെയും FIR അടക്കം ചുമത്തുന്നതിൽ വലിയ പോരായ്മ ഈ പശ്ചിമ ബംഗാൾ സർക്കാരിലെ പോലീസിനടക്കം ഉണ്ട് എന്ന ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മമത ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ CPIM പ്രവർത്തകരുടെ കുടുംബം തന്നെ ഈ ധനസഹായം നിരസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് അതോടൊപ്പം തന്നെ മുർഷിദാബാദ് അടക്കമുള്ള ജില്ലകളിൽ ക്രമസമാധാനമാണ് വേണ്ടത്, പണമല്ല സുരക്ഷയാണ് വേണ്ടത് എന്നുള്ള കാര്യം കുടുംബം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ വലിയ വിമർശനങ്ങളടക്കം മമതാ സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയെ സമീപ പ്രദേശത്തു നിന്നും പിടികൂടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. സിജു, നേരത്തെ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായിരുന്നു ഈ ഷെയ്ഖ്, അല്ലേ? അതെ അതെ, ഷെയ്ഖ് തന്നെയാണ് കൊലപ്പെടുത്തിയെന്ന് കുടുംബം അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇയാളെ തേടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇയാൾ പിടിയിലായത് ഇന്നലെയാണ്. കുറെ നാളുകളായി ഒളിവിലായിരുന്നു, നാട്ടിൽ ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ടാസ്ക് ഫോഴ്സും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കൂടി നടത്തിയ തിരച്ചിലിലെ ഓപ്പറേഷന്റെയും ഫലമായി ഇന്നലെയാണ് ഇയാൾ പിടിയിലായത് എന്നാണ് മനസ്സിലാകുന്നത്. ശരി, സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.